റേസൊന്നും അല്ലായിരുന്നു കേട്ടോ. റേസ് ചെയ്യാൻ അങ്ങനെ പോകാറില്ല, സ്ട്രീറ്റ് റേസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. ദിസ് ഇസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഡുക്കാറ്റിയുടെ മോൺസ്റ്റർ 795 ആണ്. Go crazy, berserker. Show them. Change the station with a new shit. അപ്പോൾ മോൺസ്റ്റർ സീരീസിലെ ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കാണ് ഡുക്കാറ്റി മോൺസ്റ്റർ 795. ഇപ്പോൾ ഈ വണ്ടി പ്രൊഡക്ഷനൊന്നുമില്ല. പ്രൊഡക്ഷനൊക്കെ എനിക്കൊന്ന് കുറേ നാൾ മുമ്പേ തീർന്നു. ഇത് 2012 ഇറങ്ങിയ മോഡലാണ്. ഇത് മെയിൻലി ഇന്ത്യൻ ഏഷ്യൻ കൺട്രീസിന് വേണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മോൺസ്റ്റർ സീരീസ് എന്ന് പറയുമ്പോൾ അത് റേഞ്ച് ചെയ്യുന്നത് അങ്ങ് ടോപ്പായിട്ട് ലിറ്റർ ക്ലാസ് ടെറിട്ടറിയിലോട്ട് വരെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ ഒരു എൻട്രി ലെവൽ ഡുക്കാറ്റിയിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിളായിട്ട് ഇറങ്ങിയ സമയത്തുള്ള ഒരു വണ്ടിയായിരുന്നു ഡുക്കാറ്റി മോൺസ്റ്റർ 795. അപ്പോൾ വണ്ടി ഡിസൈൻ ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഫുള്ളി ഒരു മസ്കുലർ ലുക്കാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ഡിസൈൻ ലാംഗ്വേജ് നോക്കിയാൽ തന്നെ നമുക്കറിയാം റേസിംഗ് റെഡാണ് ഡുക്കാറ്റിയുടെ കളർ. അപ്പോൾ അവരുടെ ടിപ്പിക്കൽ ലുക്കാണ്. മോൺസ്റ്റർ സീരീസിനെല്ലാം ഒരേ ലുക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ട്യൂബുലർ സ്ട്രീറ്റ് റെയിൽസ് ഫ്രെയിമിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു ലുക്ക് വളരെ അപ്പീലിംഗ് ആയിട്ടാണ്. ഡുക്കാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഡിസൈനാണ് അവരുടെ മെയിൻ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കാണാം രണ്ട് ഇത് സ്പ്ലിറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഹാലജൻ ആണെല്ലാം ഒരു പണ്ടത്തെ വണ്ടിയാണ്, 2012 മോഡലാണ്. അപ്പോൾ ഈ വണ്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ല. കാണാൻ നൈസാണ്. പുറത്തെ ട്വിൻ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ ഒരു മസിൽ വണ്ടി തന്നെയാണ് കാണാൻ. വലിയ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് സ്പെക്സും കാര്യങ്ങളും പറയാം. വണ്ടിക്ക് കൊടുത്തേക്കുന്നത് മർസോക്കിയുടെ 43mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഫ്രണ്ടിൽ തന്നെ വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് ഒരു 320mm ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഒരു ഡ്യുവലാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്രെംബോയുടെ ബ്രേക്ക് കാലിബേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ടയർസ് 120 സെക്ഷനാണ് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് വരുന്ന പിറലിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഡ്യുക്കാറ്റിയുടെ 803cc L-Twin ലിക്വിഡ് കൂൾഡ് 4 വാൽവ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 85 bhp അറ്റ് 8250 RPM. ഒരു ടോർക്ക് എന്നൊക്കെ പറയുമ്പോൾ 78 Nm ഓഫ് ടോർക്ക് അറ്റ് 6250 RPM ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോയിലൊക്കെ അത്യാവശ്യം നല്ലതാണ് കാണാൻ. ഒരു 180 kg 185 kgs ആണ് ഏകദേശം വരുന്നത്. ഹെവി ആണെന്ന് കണ്ടാൽ അത്രയും വെയിറ്റ് ഉണ്ടെന്നൊന്നും ഫീൽ ചെയ്യത്തില്ല. അതിലും കുറവാണ് വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ ലുക്സിൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ടല്ലോ, എല്ലായിടത്തും ഡുക്കാറ്റി ലോഗോ ആ ഒരു കാര്യമൊക്കെ ഉണ്ട്. മോൺസ്റ്റർ എന്നുള്ള ഇതുണ്ട്. പിന്നെ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം പുറകെ വരുന്നിരിക്കുന്ന സാക്സിൻ്റെ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് ട്വിന്നായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ള കാര്യങ്ങളെന്നൊക്കെ വെച്ചാൽ ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ഡ്യുവൽ ട്വിൻ അലൂമിനിയം സ്വിങ്ങാമാണ് വന്നിരിക്കുന്നത് പുറകിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു 160 സെക്ഷനാണ് വരുന്നേക്കുന്നത്. ഇപ്പോൾ വേറെ ടയറാണ്. സ്റ്റോക്ക് ഒരു പിറലീസാണ് കൂടുതലും വരുന്നത് ഡുക്കാറ്റിയുടെ മെയിനായിട്ടുള്ള സംഭവം. 245mm ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കുന്നത് പുറകിൽ. അപ്പോൾ അത്യാവശ്യം ഓവറോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഈ ഒരു ലുക്കിൽ വണ്ടി കാണാൻ നൈസാണ്. മൊത്തത്തിൽ ഈ ഒരു സ്പെക്കാണ്. ചെയിൻ ഡ്രൈവാണ് വരുന്നത്. പിന്നെ ഒരു 6 സ്പീഡ് ഗിയേഴ്സ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ നോക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ടാങ്ക്, ആ ഒരു വളരെ എലഗൻ്റായിട്ടുള്ളൊരു ടാങ്ക് കാണാം നമുക്ക്. പിന്നെ 2 മിറേഴ്സ് സാധാ ഉള്ള ഒരു മിറേഴ്സാണ്. കൂടുതൽ ടെക്നോളജി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിയിൽ. ABS പോലും ഇല്ല ഈ വണ്ടിയിൽ. സോ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഓൺ ആക്കാം. മോൺസ്റ്റർ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് 795. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ 2 ഡ്യുവൽ ഡിസ്പ്ലേ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓടോ സ്പീഡോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതൊരു ടാക്കോമീറ്റർ ആയിട്ടാണ് സെറ്റപ്പ്. ഇവിടെ ഫ്യൂവലിൻ്റെ ഇതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്യൂവൽ ഗേജ്, ടെമ്പറേച്ചർ എല്ലാം ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യം വലിയ ഫാൻസി ആയിട്ടുള്ള സാധനമില്ല. ഒരു LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഡിജിറ്റലാണ് മൊത്തം. സോ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടി കയറി ഇരുന്ന് നോക്കാം. ഷോർട്ട് റൈഡേഴ്സിന് വളരെ ഈസി ആയിരിക്കും. കാരണം ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഏകദേശം 750 mm അത്ര വളരെ കുറവാണ്. സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. നല്ല ഒരു
ഫീലാണ് നമുക്ക് മറ്റേ ഷോർട്ട് റൈഡേഴ്സിന് വളരെ അടിപൊളിയായിട്ടിരിക്കാൻ പറ്റുന്നതാണ്. വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ബാക്കിയുള്ള പോലെ അത്ര അപ്രൈറ്റ് അല്ല, കുറച്ച് സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് ഒന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ്. ആ ഒരു എൽറ്റിൻ സൗണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. ഒരു ആക്സിലറേഷനൊക്കെ ആ ഒരു ലോൻ്റെ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യാം ഓൺ ടാപ്പ് തന്നെ. പിന്നെ ഈ വണ്ടിക്ക് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഫ്രണ്ട് ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ഫീൽ വരുന്നുണ്ട്. പിന്നെ ഇത് പഴയ വണ്ടിയാണ്, അതിൻ്റേതായ ടെക്നോളജിയൊക്കെ ഉള്ളൂ ഇത്. പിന്നെ ദുക്കാറ്റിയുടെ ഒരു എൻട്രി ലെവലാണ്. നമുക്ക് ഏകദേശം ഒരു 8 ലക്ഷം 9 ലക്ഷം ആ ഒരു അണ്ടർ 10 lakhs ആയിരുന്നു ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത്ര അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു ഇത്. വണ്ടിയുടെ ഹാൻഡിലിങ്ങും സസ്പെൻഷനും ഒക്കെ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ റൈഡിങ് പോസ്റ്റർ കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ്. നല്ല കുറച്ചും കൂടെ നമുക്ക് താന്നിരിക്കാവുന്ന ഒരു ഇതാണ്. ഷോർട്ട് റൈഡേഴ്സിന് വളരെ ഫണ്ണായിരിക്കും വണ്ടി നല്ല ഷോർട്ട് റൈഡേഴ്സിന് സ്യൂട്ടബിൾ ആണ്. ലോ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. വണ്ടിയുടെ ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് വണ്ടിയുടെ ആ ഒരു ഫീൽ. പിന്നെ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൽറ്റിനേജ് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മിറേഴ്സ് എനിക്ക് ഇച്ചിരി ടോൾ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് ഉള്ള പൊസിഷനിങ് ആക്കാൻ ഇച്ചിരി ഇതുണ്ട്. മിറേഴ്സ് വലിയ സുഖമില്ല. പിന്നെ വൈബ്രേഷൻസ് റിഫൈൻമെൻറ്റ് ലെവലൊക്കെ അത്യാവശ്യം കുറവാണ്. കാരണം പണ്ടത്തെ വണ്ടിയാണ് ആ ഒരു റിഫൈൻമെൻറ്റ്സേ ഉള്ളൂ. റിഫൈൻമെൻറ്റൊക്കെ നല്ല രീതിയിൽ കുറവാണ്. വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു ലോൻ്റെ ടോർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു ടോർക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം 78 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 4000 RPM മേളിൽ പോകുമ്പോഴാണ് ശരിക്കും ഈ വണ്ടിയുടെ ഒരു ഇത് വരുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഓവർടേക്ക് ഒന്നും വലിയ സീനൊന്നും ഉള്ള കാര്യമല്ല. പിന്നെ ആ ഒരു സൗണ്ട് കേട്ടില്ല, അതാണ് ടിപ്പിക്കൽ സൗണ്ടാണ്. ഏകദേശം ഫസ്റ്റ് ഗിയർ 90 ഒക്കെ സുഖമായിട്ട് കയറും. പിന്നെ ഏകദേശം ഒരു 210 km ആണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയൊന്നും ക്രൂസ് ചെയ്യില്ല. ഒരു 120 140 നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് നല്ല ഫീലൊക്കെ തരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ടയർ വലിയ നല്ലൊരു ഹാൻഡിലിംഗ് ഒന്നുമില്ല. സ്റ്റോക്ക് പിറലീസ് കുഴപ്പമില്ലാത്ത നല്ല ഹാൻഡിലിംഗ് ആണ് തരുന്നത്. ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈബ്രേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ബസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ച് അത്ര സ്മൂത്തൊന്നും അല്ല.
ഒരു ഇൻലൈൻ 4 ഓടിക്കുന്ന എനിക്ക് ഈ ഒരു സൗണ്ട് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ ഇതുപോലത്തെ ഡുക്കാറ്റി 7. അപ്പോൾ നിങ്ങൾക്കൊരു ഡുക്കാറ്റി സീരീസിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നത് വലിയ മോശമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡുക്കാറ്റിയുടെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ കുറേ കൂടെ അഫോർഡബിൾ ആണ് വണ്ടി. ആ ഒരു നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഡ്യൂക്ക് 390യുടെ പവറും കാര്യമൊന്നും അല്ല, അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്ഗ്രേഡ് തന്നെയാണ്. ഒരു 300 cc എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ് കേട്ടോ. സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ABS ഇല്ലാത്തതുകൊണ്ട് റെയിനി ഓടിക്കുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ ബാക്ക് വീൽ സ്കിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ വണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു വണ്ടി തന്നെയാണ്. അപ്പീലിംഗ് ആണ്. ലുക്കാറ്റിൻ എക്സോസ്റ്റ് ഒക്കെ അണ്ടർ സീറ്റ് വരുന്നത്. പില്ലിയൻ ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പില്ലിയൻ ഹീറ്റും കാര്യങ്ങളൊക്കെ. പില്ലിയൻ സീറ്റിന് വലിയ കാര്യമൊന്നുമില്ല, വലിയ പില്ലിയൻ സീറ്റൊക്കെയാണ്. റൈഡർ സീറ്റ് അത്യാവശ്യം കുഷനിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എടുക്കാൻ. ഞാൻ എന്തായാലും ഒന്നുകൂടെ എക്സോസ്റ്റ് കേൾപ്പിച്ച് തരാം. ഞാൻ കേൾപ്പിച്ച് തരാം. $15 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. അത്യാവശ്യം വലിയൊരു കപ്പാസിറ്റി. ടാങ്കിൻ്റെ ആ ഒരു ഫീല് ഭയങ്കര വലുതാണ്. 15 liters കപ്പാസിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ 20 km/L ആണ് ഈ വണ്ടിയുടെ ഒരു മൈലേജ്. സോ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി തരുന്നു. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഓടിച്ച് ഞാൻ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വണ്ടിയുടെ എൻജിൻ നല്ലൊരു ടോർക്കായിട്ടുള്ള ഒരു എൻജിനാണ്. അത്യാവശ്യം നല്ലൊരു പവർ ഡെലിവറി തരുന്നൊരു എൻജിനാണ്. ഏകദേശം 85 bhp ഉണ്ട്. പിന്നെ വണ്ടി കുറേ പഴയ ഒരു വണ്ടിയാണ്. അപ്പോൾ പഴയൊരു വണ്ടിയാണ്. അതിൻ്റേതായ ടെക്നോളജി കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ കുറച്ചും കൂടെ സ്റ്റിഫാണ്. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡുക്കാറ്റിയുടെ എൻട്രി ലെവൽ ആയതുകൊണ്ട് ഡുക്കാറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്, ആ ഒരു പ്രീമിയം ബ്രാൻഡിലോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു വണ്ടിയാണ് ഡുക്കാറ്റി 795. ഇപ്പോൾ ഈ വണ്ടിയില്ല, ഇപ്പോൾ 797 ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഏകദേശം വന്നിറങ്ങിയ സമയത്ത് 9 ലക്ഷം ആ റേഞ്ചാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ ലുക്സാണ് ഇതിനെ ഏറ്റവും വലിയ അപ്പീലിംഗ് ആയിട്ടാക്കുന്നത്. ഒരു മോൺസ്റ്റർ എന്നുള്ള ആ ഒരു പേരിന് തന്നെ അനുസരിച്ചാണ് ഇതിൻ്റെ ലുക്സും കാര്യങ്ങളും വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്സാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ടോർക്കായിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള ഒരു ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് നല്ല രീതിയിൽ നമുക്ക് ഫെൽറ്റ് ചെയ്യാം. പിന്നെ പില്ലൻ സീറ്റ് ഇരിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ട്വിൻ അണ്ടർ സീറ്റ് വന്നേക്കുന്ന എക്സോസ്റ്റ് ആയതുകൊണ്ട്. പിന്നുള്ളത് ABS ഇല്ല, അങ്ങനത്തെ കുറേ കാര്യമുണ്ട്. പണ്ടത്തെ വണ്ടിയാണ്, നമുക്ക് അങ്ങനെ കൂടുതൽ അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇപ്പോഴും ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡുക്കാറ്റി ഒരു എൻട്രി ലെവലിലോട്ട് കയറണമെങ്കിൽ അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യണം. ആ ഒരു എൽറ്റിൻ്റെ ക്യാരക്ടർ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഡുക്കാറ്റിയുടെ മോൺസ്റ്റർ 795. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം ലാസ്റ്റ് വോയേജ്. See you in the next video. Peace.